കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഭൂരിപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അഭിപ്രായത്തോട് താൽക്കാലിക ചുമതലയുള്ള VC സിസ തോമസ് യോജിച്ചു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. സിൻഡിക്കേറ്റ് അറിയാതെ എടുത്ത ഒരു തീരുമാനമായിരുന്നു. തികച്ചും ചട്ടവിരുദ്ധ നടപടിയിലൂടെയായിരുന്നു മോഹനൻ കുന്നുമ്മൽ ഇത്തരത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാറെ തൽസ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു നിർദ്ദേശം നൽകിയത്. ആ ഉത്തരവ് ഇപ്പോൾ ബാധകമല്ല, ഉത്തരവ് നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് യോഗം വിളിക്കാനായി കത്ത് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമുണ്ടാകുന്നു. കേരള സർവകലാശാല രജിസ്ട്രാറിൻ്റെ സസ്പെൻഷൻ നീക്കിയിരിക്കുന്നു, അത് റദ്ദാക്കിയിരിക്കുന്നു. സസ്പെൻഷൻ റദ്ദാക്കിക്കൊണ്ട് ഉത്തരവ് അല്പസമയത്തിനകം തന്നെ ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. തീർത്തും ചട്ടവിരുദ്ധമായി നിയമ നടപടികൾ ലംഘിച്ചുകൊണ്ട് സർവകലാശാല ചട്ടം പാലിക്കാതെ തീർത്തും നിയമവിരുദ്ധമായുള്ള ഒരു നടപടിയായിരുന്നു. അവധിക്ക് പ്രവേശിക്കും മുൻപ് കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ നടപ്പിലാക്കിയത്. RSSന്റെ മതചിഹ്നം കൊടിയേന്തിയ കാവിക്കൊടിയേന്തിയ വനിതയുടെ മതചിഹ്നങ്ങൾ സർവകലാശാലയുടെ പരിപാടികളിൽ കൊണ്ടുവരാനുള്ള ഗവർണറുടെ നീക്കം, അതിനെ എതിർത്തിരുന്നു കേരള സർവകലാശാല രജിസ്ട്രാർ. ആ നടപടിയുമായി ബന്ധപ്പെട്ടാണ് VC കൂടിയായ മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാല രജിസ്ട്രാറായ അനിൽകുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടത്. ആ ഉത്തരവിന് ശേഷം അദ്ദേഹം അവധിയിൽ പോവുകയും താൽക്കാലിക ചുമതല സിസ തോമസിന് നൽകുകയും ചെയ്തു. ഇപ്പോൾ സിസ തോമസ് അധ്യക്ഷയായുള്ള സിൻഡിക്കേറ്റ് യോഗത്തിലാണ് പ്രധാനപ്പെട്ട തീരുമാനം വരുന്നത്. മോഹനൻ കുന്നുമ്മലിന്റെ ആ ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നു. കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിന് രജിസ്ട്രാറായി തുടരാം. സസ്പെൻഷൻ നടപടി റദ്ദാക്കി തീരുമാനം. VCയുടെ വിയോജിപ്പ് മറികടന്ന് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ കേട്ടിരുന്നു ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി റിപ്പോർട്ട് ചെയ്യാൻ മാത്രം വിളിച്ചു ചേർത്ത സിൻഡിക്കേറ്റ് യോഗം എന്നാണ് താൽക്കാലിക VCയുടെ ചുമതലയുള്ള സിസ തോമസ് ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ പറഞ്ഞത്. അതിനെ തുടർന്ന് വലിയ വാക്കേറ്റവും ബഹളവും സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടായിരുന്നു. ഈ VCയുടെ വിയോജിപ്പ് മറികടന്നാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയത്. കാരണം ഭൂരിഭാഗം സിൻഡിക്കേറ്റ് അംഗങ്ങളും ആവശ്യപ്പെട്ടത്